വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി സ്വദേശിയുമായ സലീം കുന്നപ്പള്ളി രചിച്ച പോലീസ് ഡയറി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി കെ മോഹനൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ദുരിതപൂർണമായ പോലീസ് പരിശീലന കാലത്തെ അനുഭവങ്ങളും മേൽ ഉദ്യോഗസ്ഥരുടെ പീഡന കഥകളും കൈക്കൂലി സ്വീകരിക്കാതെ ഔദ്യോഗിക ജീവിതം നയിച്ചതിലെ അഭിമാന നിമിഷങ്ങളും തുറന്നു പറയുന്ന കൃതിയാണ് പോലീസ് ഡയറി. ദുരിതപൂർണമായ പോലീസ് പരിശീലന കാലത്തെ അനുഭവങ്ങളും മേൽ ഉദ്യോഗസ്ഥരുടെ പീഡന കഥകളും കൈക്കൂലി സ്വീകരിക്കാതെ ഔദ്യോഗിക ജീവിതം നയിച്ചതിലെ അഭിമാന നിമിഷങ്ങളും അന്വേഷണ വഴിയിലെ അനുഭവങ്ങളും തുറന്നു പറയുന്ന കൃതിയാണ് പോലീസ് ഡയറി. വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി സ്വദേശിയുമായ സലീം കുന്നപ്പള്ളി രചിച്ച പോലീസ് ഡയറി എന്ന പുസ്തകം റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി കെ മോഹനൻ പ്രകാശനം ചെയ്തു. എത്ര രീതിയിലെല്ലാം ഗുണദോഷിച്ചാലും എന്തെല്ലാം രീതിയിലുള്ള ക്ലാസുകൾ കൊടുത്താലും അവബോധം നടത്തിയാലും ഈ പോലീസ് സേന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഭരണകൂടം എങ്ങനെ ഇരിക്കണം എന്ന് ഭരിക്കുന്ന ആൾക്കാരോ അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് 20 വർഷം മുമ്പ് ട്രെയിനിങ്ങിൽ ചേർന്ന സലീം ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് നെഞ്ചിനെ പൂട പറിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തത്. ആ ഒരു സിസ്റ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. അസിസ്റ്റന്റ് കമാൻഡന്റ് ഷിബു കുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഒരു പോലീസ് ബാച്ച് നിലമ്പൂർ ട്രെയിനിങ്ങിന് ചെല്ലുമ്പോൾ വളരെ കുറച്ചു പേര് മാത്രമേ നമുക്കൊന്ന് പരിചയമുണ്ടായിരുന്നു. അവിടെ ഉണ്ടായ പീഡനം, കഠിനമായ ട്രെയിനിങ്ങും ഞങ്ങളെ ഒരു മുത്തുമാലയിൽ കോർത്ത മുത്തുകൾ പോലെ കൂട്ടിയിണക്കുകയും അത് ഈ നിമിഷം വരെ ഞങ്ങളത് സൂക്ഷിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നു. ശ്രീ സലീമിനെ അന്നു മുതലുള്ള പരിചയമാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരനാണ് ഞങ്ങൾ അറിയപ്പെട്ടത്. അവരെ വിളിച്ചിരുന്നത്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CICC ജയചന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം എന്ന വികാരം ഉണ്ടാക്കിയാൽ മാത്രമേ അനുസരിക്കുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിൽ അതുണ്ടാക്കുന്നതിനുള്ള ട്രെയിനിങ് നൽകി. പഴയ കാലത്തൊക്കെ നമുക്ക് ചൊല്ലുണ്ട്, പോക്കണം കെട്ടാൽ പോലീസ്. മലയാളത്തിൽ ഒരു പഴയ ശൈലിയാണ്. ആ ശൈലി വല്ലാതെ മാറി വരുന്നു എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനമാണ് എന്റെ മുമ്പിലിരിക്കുന്ന അടുത്തും പറ്റിയ പോലീസുകാരായ നിങ്ങളെല്ലാം. CB സുരേഷ് കുമാർ പുസ്തകം പരിചയപ്പെടുത്തി. ഈ പുസ്തകം ഒരുപക്ഷെ ഇത് പരിചയപ്പെടുത്താൻ കഴിയുന്നതല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു ചിത്രമാണ് ഈ പുസ്തകം. ഇവിടെ ഇരിക്കുന്ന എല്ലാ മേലുദ്യോഗസ്ഥന്മാരും ഈ ഘട്ടത്തിലൂടെ കടന്നുപോയിട്ടാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആ പുറകോട്ടുള്ള ചിന്തയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ആ പുസ്തകത്തിലുണ്ടായ സുഖം തോന്നിയിട്ടുള്ളത്. യെസ് പ്രസ് ബുക്സ് ചീഫ് എഡിറ്റർ സുരേഷ് കീഴിലം, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഷാജി ജോർജ്, TN പ്രസാദ്, TR വിൽസൺ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഒരു ട്രെയിനിങ്ങിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് നിലമ്പൂർ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നടന്ന അതിക്രൂരവും അല്ലെങ്കിൽ അച്ചടക്ക പൂർണ്ണമായ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് നിങ്ങൾ 200 പേർ ജീവിതം കൈപ്പിടിപ്പിക്കുകയും അതിൽ മികച്ച 2 പേരായി തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് സലീം എന്നാണ്. മറ്റേയാൾ തെരഞ്ഞെടുക്കപ്പെട്ടത് ജോണിയാണ്. അങ്ങനെയുള്ള 2 പേര് കേരളത്തിന്റെ കാര്യങ്ങളിൽ എങ്ങനെ വ്യാപരിച്ചു എന്നത് ഈ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്